Hey guys, welcome back to my YouTube channel. അപ്പോൾ നമ്മുടെ ചാനലിൽ കുറേ നാളായിട്ട് കുക്കിംഗ് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഹൗ ടു മേക്ക് പീനട്ട് ബട്ടർ സ്മൂത്തി. എങ്ങനെ നമുക്ക് പീനട്ട് ബട്ടർ സ്മൂത്തി ഉണ്ടാക്കാം. വെറും 2 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇനി സ്മൂത്തി എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് സ്മൂത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേക്ക് പോലെ തന്നെ സിമിലർ ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ്. പീനട്ട് ബട്ടർ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ലോസിന് വളരെ നല്ലതാണ് ഈ ഒരു പീനട്ട് ബട്ടർ. നിങ്ങളിപ്പോൾ വണ്ണം ഉള്ള ഒരാളാണ്, അതുപോലെ തന്നെ നിങ്ങൾ വണ്ണം കുറയ്ക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറ്റിന്റെ കൂടെ ഈ ഒരു പീനട്ട് ബട്ടറിന്റെ ഡ്രിങ്ക് ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസിന് വളരെ യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് ഈ ഒരു പീനട്ട് ബട്ടർ. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ബോഡി ബിൽഡിങ്ങിനൊക്കെ ഡയറ്റ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഡയറ്റിന്റെ കൂടെ ഈ ഒരു പീനട്ട് ബട്ടറിന്റെ ഡ്രിങ്ക് ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ബോഡിക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഇതാ ഇവിടെ ആയിട്ട് സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ഇനി ഈ ഒരു പീനട്ട് ബട്ടർ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് വന്നിട്ട് പീനട്ട് ബട്ടർ. അത് നല്ലൊരു ക്വാളിറ്റിയുടെ പീനട്ട് ബട്ടർ തന്നെ നിങ്ങൾ മേടിക്കുക. അതുപോലെ തന്നെ രണ്ടാമത് വന്നിട്ട് 2 ഫ്രോസൺ ബനാനാസ് ആണ്, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച 2 പഴം. അതിപ്പം പഴം ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഏത്തക്കയാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. മൂന്നാമത് വന്നിട്ട് ഹണി, തേൻ, അത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടായിരിക്കും. നാലാമത് വന്നിട്ട് മിൽക്കാണ്. അതിപ്പോൾ നിങ്ങൾ എത്ര ഗ്ലാസ്സിനുള്ളതാണോ ഉണ്ടാക്കുന്നതെങ്കിൽ അതനുസരിച്ചുള്ള പാല് നിങ്ങൾ എടുത്തോളുക. ഇനി ഞാൻ ഓപ്ഷണൽ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഷുഗറും ഒന്ന് ഐസ് ക്യൂബ്സും. ഇപ്പോൾ ഹണി കുറച്ചധികം യൂസ് ചെയ്യുവാണെങ്കിൽ ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഐസ് ക്യൂബ്സ്, ഇപ്പം 2 ഫ്രോസൺ ബനാനാസ്, അതായത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച 2 പഴമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഐസ് ക്യൂബ്സ് ഇടേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി അതിനൊരു തണുപ്പുണ്ടായിരിക്കും. അപ്പം ഒന്നുകൂടെ ഐസ് ക്യൂബ്സ് ഇട്ട് കുറെ അങ്ങ് തണുപ്പിക്കുന്നതിൽ നല്ലതാണ് ഈ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചുള്ള പഴം യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേഗം തന്നെ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ പീനട്ട് ബട്ടർ സ്മൂത്തി റെഡിയായി. ഇത് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതൊരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ID കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെയും ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.